ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇന്നലെ രാത്രിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ദ ഡെവിൾ കാർഡ്, 8 ഓഫ് കപ്സ്, അതുപോലെ തന്നെ 10 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത് എന്നാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയി നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർക്ക് അവിടെ നിന്നും ഒരു പൂർണ്ണമായി മാറ്റം വേണം, അല്ലെങ്കിൽ അവിടെ അവർക്ക് നിൽക്കാൻ സാധിക്കുകയില്ല എന്നൊരു തിരിച്ചറിവ് വന്നതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ ഉപേക്ഷിച്ചിട്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ആ ഒരു തിരിച്ചുവരവിനോടൊപ്പം തന്നെ അവരുടെ ഉള്ളിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ നിങ്ങളുമായി ഒരു ഫാമിലി ലൈഫ് തന്നെ വേണമെന്നാണ് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം. നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഇനി ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാതെ, ഒരു സിറ്റുവേഷൻസും ഒരു തേർഡ് സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിലേക്ക് അടുപ്പിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിന്ന് മാറി അകന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ അവരുടെ മൈൻഡിൽ മുഴുവനും എങ്ങനെ നിങ്ങളിലേക്ക് വരാം, എങ്ങനെ നിങ്ങളുമായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ, കുടുംബം, ഇതെല്ലാം അവർ ഒരുപാട് ഇമാജിൻ ചെയ്യുന്ന ഒരു ലോകത്തിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്.